വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹാലേലുയ്യ ഹാലേലുയ്യ. ഈശോയിൽ അനുഗ്രഹീതരായ ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി പ്രോഗ്രാമിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദയമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്വസ്ഥമായി ശാന്തമായിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കാനായി ഒരുങ്ങുവാൻ, ആ വചനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുവാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവം, അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞങ്ങളിതാ കാത്തിരിക്കുന്നു. വചനത്തിലൂടെ അഭിഷേകത്തിൻ്റെ പെരുമഴ ഒഴുക്കുന്ന പൊന്നുതമ്പുരാനെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ വചനം കേൾക്കുമ്പോൾ, ഞങ്ങളുടെ ഭവനം വചനം കൊണ്ട് നിറയുമ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിലേക്ക് പകരണം. അത് സ്വീകരിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണം. അന്ധകാരത്തിൻ്റെ മേഖലകളിലേക്ക് വചനത്തിൻ്റെ പ്രകാശം അയക്കണം. പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായ വചനത്തെ അയക്കണം. ആത്മാവും ജീവനുമായ വചനം ഞങ്ങൾക്ക് ജീവൻ പകരട്ടെ. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ സന്ധിയിലും മജ്ജയിലും ആത്മാവിലും ചേതനയിലും തുളച്ചു കയറുന്ന അങ്ങനത്തെ വചനത്തിൻ്റെ ശക്തി പെയ്തിറങ്ങട്ടെ. മിന്നൽ പിണരുകൾ പോലെ വചനത്തിൻ്റെ കൊടുങ്കാറ്റ് വീശട്ടെ. അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ദൈവകൃപയാൽ നിറയട്ടെ. വചനത്തിൻ്റെ സൗഖ്യ അനുഭവത്തിലേക്ക് എളിയവരും പാപികളുമായി ഞങ്ങളെ കർത്താവിനെ ചേർത്ത് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനമായി ഈ ഭൂമിയിലേക്ക് മാംസം ധരിച്ചു വന്ന ഈശോയെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം. ഇപ്പോൾ ഈ വചനം കേൾക്കാൻ ഒരുങ്ങുന്ന മക്കളിലേക്ക്, അവരുടെ ഹൃദയങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, നിറഞ്ഞു നിൽക്കുന്നവരുടെ ജീവിത പ്രതിസന്ധികളിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ കടന്നു വരട്ടെ. മരുന്നോ ലേപനൌഷധമോ അല്ല, കർത്താവ് അവിടുത്തെ വചനമാണല്ലോ അവരെ സുഖപ്പെടുത്തിയത് എന്ന വചനത്തിൻ്റെ ശക്തിയാൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുത അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ആരാധന ആരാധന ആരാധന. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നാം ഇന്ന് ധ്യാനിക്കുന്ന ധ്യാന വിഷയം
ആരാധകർക്കുള്ള അനുഗ്രഹങ്ങൾ എന്നതാണ്. ആരാധകർക്കുള്ള അനുഗ്രഹങ്ങൾ. ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 33-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നമുക്കറിയാം, എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നു. ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാവുക. അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുകയാണ്. ഇതാണ് ഇന്ന് ഈ വചന ശുശ്രൂഷയിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നു തരുന്നത്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിക്കരുത്. അന്യദേവന്മാരെ ആരാധിക്കരുത്. വസ്തുക്കളെ, വ്യക്തികളെ നിങ്ങൾ ആരാധിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവമായ കർത്താവിന് നിങ്ങൾ സ്ഥാനം കൊടുക്കണം. വചനം പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ 1, നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ്സ് നൽകും. നീ ചെന്നെത്തും മുമ്പേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും. അവരിൽ സംഭ്രമം ജനിപ്പിക്കും. നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും. നിനക്ക് മുമ്പേ ഞാൻ കടന്നലുകളെ അയക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് അവകാശമായി ദൈവം നിശ്ചയിച്ചു തരുന്ന കാര്യങ്ങളാണ് വചനത്തിൽ നാം ശ്രവിച്ചത്. ഒന്നാമത്തെ കാര്യം, ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. നാം കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന പാനീയവും ദൈവം ആശീർവദിച്ചതായിരിക്കുമെന്ന്, നമ്മുടെ വരുമാന മാർഗങ്ങൾ ദൈവം അനുഗ്രഹിച്ചു തരുന്നതായിരിക്കുമെന്ന്, അർഹതപ്പെടാത്തതൊന്നും നമ്മുടെ മുമ്പിലേക്ക് വന്നു കയറില്ല എന്ന്, ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളതായിരിക്കും നാം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക. ജോലിയില്ലാത്ത അവസ്ഥകൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, വരുമാനത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം, ഇത് നിന്റെ ജീവിതത്തിൽ നിന്ന് നീ മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ ചെയ്യേണ്ടത്, നീ നിന്റെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങണം. ദൈവത്തെ നീ ആരാധിക്കുമ്പോഴാണ്, ദൈവത്തിന് നീ മഹത്വം നൽകുമ്പോഴാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നീ ചെന്നെത്തുന്ന മേഖലകളിലെല്ലാം, നിന്റെ വരുമാന മാർഗങ്ങളെല്ലാം, നിന്റെ ഭക്ഷണത്തിനും പാനീയത്തിനുമായി നീ സ്വരുക്കൂട്ടുന്ന നിന്റെ സമ്പാദ്യമെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായി മാറുന്നത്. കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കയ്യൊപ്പുള്ള വരുമാനമായിരിക്കട്ടെ നിൻ്റേത്. അതിന് നീ ദൈവത്തെ ആരാധിക്കണം. രണ്ടാമത്തത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. രോഗം ഒരിക്കലും ദൈവം വരുത്തുന്നതല്ല, മറിച്ച് ലോകത്തിൽ തിന്മയുടെ സ്വാധീനം വർദ്ധിക്കുമ്പോൾ തിന്മയുടെ സ്വാധീനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അത് ദൈവം അനുവദിക്കുന്നത് എന്തിനാണെന്നോ, അതിലൂടെ ദൈവത്തിൻ്റെ കൃപ ലോകത്തിലേക്ക് ഒഴുക്കാനാണ്. ദൈവത്തിൻ്റെ കൃപയൊഴുക്കുന്ന ആരാധകരായി ഞാനും നിങ്ങളും മാറുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. സൗഖ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ബന്ധനങ്ങളും കെട്ടുകളും തകർക്കപ്പെടും. ആരാധകർക്കാണ് രോഗസൗഖ്യം. രോഗപീഠകളിൽ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ വാഗ്ദാനം അതാണ്. മൂന്നാമത്തെ വാഗ്ദാനം എന്താണ്? ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. ഒരു നാടിനെ മുഴുവൻ തിന്മയിൽ നിന്ന്, അസ്വസ്ഥതയിൽ നിന്ന് ദൈവം രക്ഷിക്കുകയാണ് ദൈവത്തെ ആരാധിക്കുമ്പോൾ. ഇന്ന് നമുക്കറിയാം, മക്കളില്ലാത്ത ദമ്പതിമാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് പത്രത്തിൽ വായിച്ച ഒരു വാർത്ത ഏറെ ഞെട്ടിക്കുന്നതാണ്.
ഇന്ത്യയിലെ ശരാശരി വന്ധ്യതാ നിരക്ക് 15% കേരളത്തിൽ അത് 25%. 100 കുടുംബങ്ങളിൽ കേരളത്തിലെ 25 കുടുംബങ്ങളിൽ മക്കളില്ല. ഇതാണ് കണക്ക്. വന്ധ്യതാ നിരക്ക് വർദ്ധിക്കുന്നു കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവില്ല എന്ന ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ കുറിച്ച് വച്ചിരിക്കുന്നത്. എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ, ദൈവമായ കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കളിൽ നിന്ന് ഈ ബന്ധനം കർത്താവ് എടുത്തു മാറ്റും. ആരാധകർക്കുള്ള അനുഗ്രഹമാണത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളൊരു നിമിഷം ചിന്തിക്കുക. ഇന്ന് പഴയ കാലത്തതുപോലെയല്ല. ഒരു കുഞ്ഞമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന നിമിഷം മുതൽ ബെഡ് റെസ്റ്റ് എടുക്കുന്ന എത്രയെത്ര അമ്മമാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഗർഭഛിദ്രത്തെ ഭയപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം +2 പഠിക്കുന്ന ഒരു മകനെയുമായിട്ട് ധ്യാനത്തിന് വന്നപ്പോൾ അവൻ്റെ സ്വഭാവത്തിലുണ്ടായ ചില മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് അപ്പൻ അവനെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യം, അച്ഛാ 8 വർഷം കാത്തിരുന്നിട്ടുണ്ടായതാ. 5 കുഞ്ഞുങ്ങൾ അബോഷനായി പോയതിന് ശേഷം 6ാമതായി തമ്പുരാൻ തന്നതാ. അതുകൊണ്ട് തന്നെ ഇവൻ്റെ കാര്യത്തിൽ കർത്താവിനൊരു കരുതലുണ്ടച്ചാ. ഇവനെ ധ്യാനത്തിനായിട്ട് ഏൽപ്പിക്കുകയാണ്. ബാക്കി കർത്താവ് ചെയ്തോളും, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. 5 കുഞ്ഞുങ്ങൾക്ക് ശേഷം, അമ്മയുടെ ഉദരത്തിൽ വെച്ച് 5 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം 6ാമത് ജനിച്ചവനാണ് അവൻ. ഇതാണ് അപ്പൻ അവനെ പരിചയപ്പെടുത്തി തന്നത്. എന്താ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ? ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. കർത്താവിൻ്റെ വാഗ്ദാനം അതാണ്. ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ നമ്മൾ ആരാധിക്കുക. 4ാമത്തെ വാഗ്ദാനം എന്താണ്? നിനക്ക് ഞാൻ ദീർഘായുസ്സു നൽകും. ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നവന് ദൈവം നൽകുന്ന സമ്മാനമാണ് ദീർഘായുസ്. ഈ ആരാധനയുടെ മറുവശമാണ് ഭൂമി നിനക്ക് നന്മ കൈവരാനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുവാനും പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഇതൊരു ആരാധനയാണ്. അപ്പോൾ ഈ ആരാധകർക്ക് ദൈവം കൊടുക്കുന്ന വാഗ്ദാനമാണ് ദീർഘായുസ്. അകാലത്തിൽ പൊലിഞ്ഞു പോകുന്ന എത്രയെത്ര യുവത്തിടമ്പുകളാണ് ഈ നാളുകളിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയത്. ഏറ്റവും അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടിയ മൊബൈൽ ഫോണുകളും ഇരുചക്ര വാഹനങ്ങളും വാങ്ങിക്കാൻ അപ്പൻ്റെയും അമ്മയുടെയും മുമ്പിൽ സമരം ചെയ്യുന്ന യുവാക്കന്മാർ, മക്കളുടെ ചേതനയേറ്റ ശരീരത്തെ നോക്കിക്കൊണ്ട് പല അമ്മമാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ കർത്താവേ, നീ എന്തിന് ഞങ്ങളോട് ഈ ചെയ്തു? കർത്താവ് ചെയ്തതല്ല മക്കളെ, നിങ്ങൾ തന്നെ ചെയ്തു കൂട്ടിയതാ. മക്കളുടെ മുമ്പിൽ നോ പറയാൻ, മക്കളുടെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാൻ കഴിവില്ലാത്ത മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് അവർ തന്നെ വരുത്തി വെച്ചതാ ഇങ്ങനെയുള്ള വിനകൾ. അപ്പനും അമ്മയും കുരിശ് വരയ്ക്കാൻ വിളിച്ചപ്പോൾ റോട്ടിൽ നിന്ന് കൂട്ടുകാരൻ ബൈക്കിൽ ഓണടിച്ചു. കുരിശ് വര അപ്പനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഏകമകൻ കൂട്ടുകാരൻ്റെ ബൈക്കിൻ്റെ ഓണടി കേട്ട് അവൻ്റെ പുറകിലിരുന്ന് പോയി. 1/2 കിലോമീറ്ററേ കൂട്ടുകാരൻ്റെ കൂടെ അവന് ബൈക്ക് യാത്ര ചെയ്യാൻ പറ്റിയുള്ളൂ. മദ്യലഹരിയിലായിരുന്ന കൂട്ടുകാരൻ റോഡിന് നല്ല വീതി ഉണ്ടായിട്ടും വീതി പോരാഞ്ഞിട്ട് തൊട്ടടുത്ത പോസ്റ്റിലിടിച്ചു. പുറകിലിരുന്നവൻ തെറിച്ച് അവൻ്റെ തല ഒരു കലിങ്കിൽ ചെന്നടിച്ചു. വാരിക്കൂട്ടി ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ചേതനയേറ്റ മകൻ്റെ ശരീരം വീട്ടിലേക്ക് വന്നപ്പോൾ ആ അമ്മ വാവിട്ട് കരയുകയാണ്. എന്നാലും മോനെ, കുരിശ് വരയ്ക്കാൻ പറഞ്ഞപ്പോൾ നീ അത് കേൾക്കാതെ ഓടിയതല്ലേതാ, ഇങ്ങനെ ആയിപ്പോയല്ലോടാ എന്ന്. ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം കൂട്ടുകാരെ, ബന്ധങ്ങളെ ആരാധിച്ചു പോയതിൻ്റെ പരിണതഫലം സംഭവിച്ചതാ. വചനം പറയുകയാ, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം,
ഞാൻ നിനക്ക് ദീർഘായുസ് നൽകും. വീണ്ടും അടുത്ത വാഗ്ദാനം എന്താണ്? നീ ചെന്നെത്തും മുമ്പേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നത് ഞാൻ ഇടയാക്കും. നീ മുന്നോട്ട് പോകുക. ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ മുന്നോട്ട് പോകൂ. നിങ്ങൾ ചെന്നെത്തുന്ന സ്ഥലത്തെ ജനങ്ങൾ എന്നെ ഭയപ്പെടും. ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ എന്നെ ആരാധിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന മക്കളുടെ മുമ്പേ ദൈവം പോകും. അവർക്ക് അഡ്മിഷൻ എടുക്കാൻ ദൈവം അവരുടെ മുമ്പേ പോകും. അവർക്ക് ജോലി ശരിയാക്കാൻ ദൈവം അവരുടെ മുമ്പേ പോകും. അവർക്ക് യാത്രാ തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല. വഴികളിൽ അവരെ സംരക്ഷിക്കാൻ ദൂതന്മാരുടെ കാവലുണ്ടാകും. ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകും. ഇതാ, നിങ്ങൾ ചെന്നെത്തും മുമ്പേ അവിടെയുള്ള ആളുകൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും. വീണ്ടും പറയുകയാണ്, നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും. നിന്റെ ശത്രുക്കൾ നിന്നെ ഉപദ്രവിക്കാൻ വരുന്നവൻ, അത് രോഗമായിക്കൊള്ളട്ടെ, പൈശാചിക പ്രലോഭനങ്ങളായിക്കൊള്ളട്ടെ, ഏതെങ്കിലുമൊക്കെ ജീവിതത്തെ തകർക്കുന്ന വിധത്തിലുള്ള അനുഭവങ്ങളാകട്ടെ, നീ ഭയപ്പെടേണ്ട മകനെ, മകളെ. നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തിരിഞ്ഞോടും. അവൻ നിന്റെ മുമ്പിൽ നിൽക്കില്ല. കാരണം നീ ആരാധിച്ച് അഭിഷേകം പ്രാപിച്ചവനാണ്. ദൈവത്തിൻ്റെ ശക്തി നിന്റെ മുഖത്ത് വിളങ്ങുമ്പോൾ നിന്റെ ശത്രുവിന് നിന്റെ മുമ്പിൽ നിൽക്കാനാവില്ല. അവൻ നിന്നെ പിന്തിരിഞ്ഞോടും. നിനക്ക് മുമ്പേ ഞാൻ കടന്നിലകളെ അയക്കും. കർത്താവിൻ്റെ വലിയ വ്യൂഹമാണ്. കടന്നിലകളെ പോലെ സ്വർഗീയ സൈന്യം നിനക്ക് മുമ്പേ കുതിച്ചുപായും. നിനക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. പലതരം നിർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചനം തരുന്ന വാഗ്ദാനം അത് ആരാധകർക്കുള്ളതാണ്. ഇനി എന്താണ് ഈ ആരാധന എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ യഥാർത്ഥമായ ആരാധനയിലേക്ക് നമ്മൾ വരണം. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ആരാധകർക്ക് അവകാശമുണ്ടെങ്കിൽ ആരാധന എങ്ങനെയാണ് നടത്തേണ്ടതെന്നാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കണം. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കരുത്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. സത്യം മനസ്സിലാക്കണം. അതുകൊണ്ട് നീ ആരാധകനാണെങ്കിൽ നിന്റെ ആരാധന എപ്രകാരമാണ്? അതിൻ്റെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കണം. ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നുമുള്ള ബോധ്യമുണ്ടാവണം. അവിടെ നിന്റെ ശരീരത്തിൽ നീ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിൻ്റെ ആരാധന നടക്കേണ്ടത് നിന്റെ ശരീരത്തിലാണ്, നിന്റെ അവയവങ്ങളിലാണ്. പാപത്തിൻ്റെ നിയമത്തെ ദൈവത്തിൻ്റെ നിയമം കൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നീ തകർത്തുകൊണ്ട് ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കണം. ഇതാണ് നിന്റെ യഥാർത്ഥ ആരാധന. ശിരസ്സു മുതൽ പാദം വരെ ഓരോ അവയവങ്ങളെയും ആ അവയവങ്ങളുടെ ധർമ്മങ്ങളെയും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സജീവ ബലിയായി അർപ്പിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? നിന്റെ സ്വാർത്ഥത വെടിഞ്ഞ്, നിന്റെ അഹന്ത വെടിഞ്ഞ്, നിന്റെ അസൂയ വെടിഞ്ഞ് വിശ്വസ്തയോടെ ദൈവമഹത്വത്തിനായി സഹോദര സ്നേഹത്തിൽ, സഹോദര നന്മയ്ക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ, നിന്റെ പ്രവൃത്തികളെ, നിന്റെ പ്രയത്നങ്ങളെ സമർപ്പിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഈ ലോകത്തിന് നീ അനുരൂപരാകാതെ മനസ്സിൻ്റെ നവീകരണം വഴി അനുനിമിഷം രൂപാന്തരപ്പെടുന്നുണ്ടോ? ക്രിസ്തുവിലേക്ക് നീ രൂപാന്തരപ്പെട്ട് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ? മനസ്സിനെ നീ നവീകരിക്കുന്നുണ്ടോ? പഴയതിനെ ഉരിഞ്ഞു മാറ്റുന്നുണ്ടോ? ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയിട്ട് ക്രിസ്തുവിനെ ധരിച്ച്, ക്രിസ്തുവിനെ ഉള്ളിൽ നിക്ഷേപിക്കുന്ന, ക്രിസ്തുവിനെ ഉള്ളിൽ ജീവിപ്പിക്കുന്ന ഒരു മനസ്സ് നിനക്ക് രൂപപ്പെടുത്താൻ കഴിയുന്നുണ്ടോ?
ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിലൊരു വലിയ പ്രശ്നമാണ്. ദൈവത്തിൻ്റെ ഹിതം എന്താണ്? ദൈവത്തിന് പ്രീതികരമായതും ദൈവത്തിന് മുമ്പിൽ നന്മയായിട്ടുള്ളതും എന്താണ്? പരിപൂർണതയിലേക്കുള്ള പ്രയാണത്തിലായിരിക്കുമ്പോൾ പരിപൂർണതയുടെ മാർഗം എന്താണ്? ഇതിന് പരിഹാരം യഥാർത്ഥ ആരാധനയാണ്. വചനം പറയുകയാണ്, ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ബലിയായി സമർപ്പിക്കുന്നതോടൊപ്പം ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെട്ട് ജീവിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് പോലെ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലുമാണ് അവിടുത്തെ ആരാധിക്കേണ്ടത്. ശരീരത്തെയും മനസ്സിനെയും ദൈവത്തിന് മുമ്പിൽ അടിയറ വെച്ച് ആത്മാവിൽ ആരാധിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ ആരാധകരുടെ അവകാശവും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി അണപൊട്ടി ഒഴുകി കടന്നു വരുമെന്നുള്ള ബോധ്യത്തോടെ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. ഞാൻ നിങ്ങൾക്ക് ദീർഘായുസ് നൽകും. നിങ്ങൾ ചെന്നെത്തും മുമ്പേ ശത്രുക്കൾ എന്നെ കണ്ട് പിന്തിരിഞ്ഞോടുന്നതിനിടയാകും. നിങ്ങൾക്ക് മുമ്പേ ഞാൻ കടന്നലുകളെ അയക്കും. ഞാൻ നിങ്ങളുടെ ശത്രുക്കളിൽ സംഭ്രമം ജനിപ്പിക്കും. ഈ വലിയ അഭിഷേകം, ഈ വലിയ അനുഗ്രഹം നമ്മുടെ അനുദിന ജീവിത മേഖലകളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു. ആരാധന എന്നും അങ്ങേക്ക് മാത്രമാണ്. ആദരവോടെ ഞങ്ങൾ സ്തുതി പാടുന്നു. സർവ്വതും തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ബലിയായി അർപ്പിക്കാനുള്ള അഭിഷേകം നിറയട്ടെ. ലോകത്തിന് അനുരൂപരാകാതെ മനസ്സിന് നവീകരണം വഴി രൂപാന്തരപ്പെടുവാനുള്ള ദൈവിക കൃപ ജ്വലിക്കട്ടെ. പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. ആത്മാവിനാൽ നിറയ്ക്കണമേ. ശരീരത്തെയും മനസ്സിനെയും ദൈവത്തിന് മുമ്പിൽ അടിയറ വെച്ച് ദൈവാത്മാവിനാൽ നിറഞ്ഞ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് ആരാധകർക്ക് വചനത്തിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഈ മക്കളുടെ വേദനകളിലേക്ക് ഇറങ്ങി വരണമേ. രോഗപീഠകളിലേക്ക് ഇറങ്ങി വരണമേ. ശാരീരികവും മാനസികവും ആത്മീയവുമായ അസ്വസ്ഥതകളിലേക്ക്, കുടുംബപരമായ ജീവിത നിയോഗങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിൽ പിതാവിനെ അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഈ മക്കളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞങ്ങൾ ഒന്ന് ചേർന്നങ്ങി ആരാധിക്കുന്നു. ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും തിരുമുമ്പിലേക്ക് ഉയർത്തി തന്നുകൊണ്ട് സ്തുതിച്ചാരാധിക്കുന്നു. ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി ദൈവമേ, നന്ദി ദൈവമേ, സ്തുതി ദൈവമേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി ദൈവമേ, നന്ദി. യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.